ചിലരുടെ ജീവിതം എക്കാലവും ദുരിതമയമായിരിക്കും. സന്തോഷത്തോടെ ഒന്ന് ചിരിക്കാൻ കഴിയില്ല. അത് വിധിയാണ്. അത്തരമൊരു വിധിയാണ് അന്തരിച്ച കനകലതയ്ക്ക് ഉണ്ടായത്. ഞാൻ കനകലത ചേച്ചി എന്ന് വിളിക്കുന്ന കനകലത. കനകലതയുമായി പല പ്രാവശ്യം അഭിമുഖം നടത്തിയിട്ടുണ്ട്. അച്ചടിക്കാൻ പറ്റാത്ത കഥകൾ കനകലത പറഞ്ഞിട്ടുമുണ്ട്. കനകലത അഭിനയ രംഗത്തേക്ക് എത്തിയത് നാടകത്തിലൂടെ. നാടക രംഗത്തേക്ക് കനകലത എത്താനുള്ള കാരണം വീട്ടിലെ ദാരിദ്ര്യമാണ്. സഹോദരനും സഹോദരിയും ഒക്കെ അടങ്ങുന്ന കുടുംബം. അച്ഛൻ മരിച്ചതോടെ ആ കുടുംബം വല്ലാത്തൊരവസ്ഥയിലായി മാറി. ഒരു നേരം ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്ത അവസ്ഥ. ഒരു ഘട്ടത്തിൽ ആത്മഹത്യ ചെയ്യാൻ ആ കുടുംബം തീരുമാനിച്ചു. അപ്പോഴാണ് നാടകത്തിലേക്ക് ക്ഷണം വരുന്നത്. നാടകത്തിൽ അഭിനയിച്ചതിന് കിട്ടിയ ആദ്യ പ്രതിഫലം കൊണ്ട് കനകലത ചേച്ചി എന്തു ചെയ്തുവെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഞാനും അമ്മയും സഹോദരന്മാരും എല്ലാവരും കൂടി ഒരു ഹോട്ടലിൽ പോയി വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു എന്നാണ്. ആ ഭക്ഷണത്തിൻ്റെ രുചി ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് എന്നാണ്. കനകലത പിന്നീട് സിനിമയിൽ സജീവമായി. കാട്ടിലെ പാട്ട് അടക്കമുള്ള സിനിമകൾ. കാട്ടിലെ പാട്ട് സംവിധാനം ചെയ്തത് KP കുമാരനാണ്. പിന്നീട് സഹനടിയായി, അമ്മ നടിയായി. അങ്ങനെ അവർ സിനിമയിൽ സജീവമായി. 360-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചു അവർ. പക്ഷേ കാര്യമായൊന്നും ഉണ്ടാക്കിയില്ല. ഒരാളെ പ്രണയിച്ച് വിവാഹം കഴിച്ചു. അദ്ദേഹം സിനിമാ നിർമ്മാതാവും വിതരണക്കാരനും ഒക്കെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു കനകലതയ്ക്ക്. ദിവസവും കൊടും പീഡനങ്ങൾ. പല പ്രാവശ്യം ഗർഭിണിയായി കനകലത. പക്ഷേ ആ ഗർഭമെല്ലാം ഭർത്താവിൻ്റെ അടിയും തൊഴിയുമേറ്റ് അബോർഷനിലായിപ്പോയി. അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞിക്കാൽ കാണാൻ അവർക്ക് കഴിഞ്ഞില്ല. ഒരു കുഞ്ഞിക്കാൽ കാണാൻ ആഗ്രഹമില്ലേ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഇനി ആഗ്രഹിച്ചിട്ട് എന്ത് കാര്യം എന്നായിരുന്നു മറുപടി. വളരെ കൃത്യമായും ഷാർപ്പായും മറുപടി പറയുന്ന നടിയായിരുന്നു കനകലത. പത്രപ്രവർത്തകരോട് എന്നും സൗഹൃദം കാത്തു സൂക്ഷിച്ചു. ആ സൗഹൃദത്തിൽ വിള്ളൽ വരാതെ നോക്കി. വിളിക്കാൻ മറന്നു പോകുമ്പോഴൊക്കെ വിളിച്ച് സുഖം അന്വേഷിച്ചു കനകലത. ഏറെക്കാലം നീണ്ടുനിന്ന ബന്ധം. അടുത്ത കാലത്താണ് കനകലതയുടെ ലോകം അറിയുന്നത്. കനകലതയ്ക്ക് മറവി രോഗവും പാർക്കിൻസൺസും അടക്കമുള്ള രോഗങ്ങൾ പിടിപെട്ടിരിക്കുന്നു. വളരെ ദുരിതമയമായി കനകലതയുടെ ജീവിതം മാറിയിരിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞു. കനകലതയെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവരെ കാണാൻ ആരെയും സമ്മതിച്ചിരുന്നില്ല കുടുംബം. തിരക്കിനിടയിൽ ഞാനും അതിനുവേണ്ടി കഠിനമായ ശ്രമം നടത്തിയതുമില്ല. കനകലത വിടവാങ്ങുമ്പോൾ ഒരുപാട് അനുഭവങ്ങളുടെ തീച്ചൂളയിൽ നീറിയ ഒരു ജീവിതമാണ് വിടവാങ്ങുന്നത്. ജീവിക്കാൻ വേണ്ടി അഭിനയ രംഗത്തേക്കെത്തിയ നടി, നല്ല നടി. പക്ഷേ അവർക്ക് നല്ല വേഷങ്ങൾ ലഭിച്ചില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. നായികയാകാൻ വേണ്ട സൗന്ദര്യമൊക്കെ അവർക്കുണ്ടായിരുന്നു. കാട്ടിലെ പാട്ടിൽ നായിക തുല്യമായ വേഷത്തിലാണ് അവർ അഭിനയിച്ചത്. എന്തായാലും കനകലത അന്തരിച്ചു എന്ന വാർത്ത അറിയുമ്പോൾ ഉള്ളിലെവിടെയോ ഒരു വേദന, ഉള്ളിലെവിടെയോ ഒരു നീറ്റൽ. ചിരിച്ചുകൊണ്ടിരിക്കുന്ന കനകലതയുടെ മുഖമാണ് മനസ്സിൽ. എപ്പോൾ അഭിമുഖത്തിന് വിളിച്ചാലും ഓടിയെത്തുന്ന, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞ് ക്ഷണിക്കുന്ന ആ സൗഹൃദമാണ് മനസ്സിൽ. ഒരാത്മകഥ എഴുതണമെന്ന് കനകലതയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ആ ആഗ്രഹമൊക്കെ പിന്നീടവർ ഉപേക്ഷിച്ചു. തൻ്റെ മുൻ ഭർത്താവിനെ എന്തിനു വേദനിപ്പിക്കണം എന്ന് കരുതി. ആരെയും വേദനിപ്പിക്കാൻ താല്പര്യമില്ലാത്ത നടിയായിരുന്നു അവർ. തന്നെ വേദനിപ്പിച്ചവരോട് പൊറുക്കുന്ന പ്രകൃതം. ഒരു മുതിർന്ന കലാകാരൻ, ഒരു മുതിർന്ന നടൻ കനകലതയെ പല പ്രാവശ്യം ദുരുദ്ദേശത്തോടെ സമീപിച്ചു. അയാൾക്ക് കണക്കിന് കൊടുത്തു അവർ. ആ തൻ്റെ ഇടവും അവർക്കുണ്ടായിരുന്നു. അതൊക്കെ അവർ എന്നോട് പറഞ്ഞു. ഒരു അഭിമുഖത്തിൽ അച്ചടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞു. കനകലത ഇനിയില്ല. ജീവിതത്തിലെ ദുരിതങ്ങളോട് പടവെട്ടിയ പ്രിയപ്പെട്ട കനകലത ചേച്ചിക്ക് വിട
പൊളിറ്റിക്സ് കേരളയുടെ ആദരാഞ്ജലികൾ.